ലൈംഗിക പീഡനമെന്നത് ശാരീരിക ബന്ധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിലക്കപ്പെട്ട ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ഇതിലുൾപ്പെടും. കണ്ണുകൊണ്ട് വിലക്കപ്പെട്ടത് നോക്കുന്നതെല്ലാം ഇതിൽപ്പെടും. അനുവാദമില്ലാതെയുള്ള സ്പർശനങ്ങളോ ലൈംഗിക ദുരുദ്ദേശത്തോടെയുള്ള നോട്ടങ്ങളോ അതുപോലുള്ള ഒരു പ്രവൃത്തിയും ഒരു മുസ്ലിമിന് പാടില്ല. ഇതെല്ലാം ഹറാമാണ്. ഇത് വലിയ തിന്മകളിലേക്ക് നയിക്കും. അല്ലാഹു പറയുന്നു, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്, തീർച്ചയായും അത് നീചവൃത്തിയും ദുഷിച്ച വഴിയുമാകുന്നു. വിലക്കപ്പെട്ടത് നോക്കുന്നത് പിശാചിന്റെ അമ്പുകളിലൊന്നാണ്. അതൊരു വ്യക്തിയെ നാശത്തിലേക്ക് നയിക്കും, മനഃപൂർവ്വമല്ലെങ്കിൽ പോലും. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് തങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാനും ഗുഹ്യസ്ഥാനങ്ങളെ കാക്കാനും പറയുക. അതാണ് അവർക്ക് കൂടുതൽ പരിശുദ്ധി നൽകുന്നത്. തീർച്ചയായും അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും തങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാനും ഗുഹ്യസ്ഥാനങ്ങളെ കാക്കാനും പറയുക. കണ്ണ് താഴ്ത്തുന്നതും ചാരിത്രം കാക്കുന്നതും തമ്മിൽ അല്ലാഹു എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കണ്ണ് താഴ്ത്തുന്നതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാരണം കണ്ണ് ഹൃദയത്തെ സ്വാധീനിക്കുന്നു. പോൺ അഡിക്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ മാനസികവും വൈകാരികവും ശാരീരികവുമായ കെണിയിലകപ്പെട്ടിരിക്കുകയാണ്. തെറാപ്പി, ഇന്റർനെറ്റ് ഫിൽട്ടറുകൾ, സ്ഥിരീകരണങ്ങൾ, ഉത്തരവാദിത്തബോധം, ഗവേഷണം എന്നിവയിലൂടെ ഇതിനെ അതിജീവിക്കാൻ കഴിയും. പോൺ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇത് തെറ്റാണ്. ധാരാളം ആളുകൾ ഈ ദുശ്ശീലം ഉപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ അതിന് തെളിവാണ്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ പോൺ കാണാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുക, പോർണോഗ്രാഫിയെ അനുകരിക്കുന്ന സ്വഭാവങ്ങൾ ഒഴിവാക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, ഭാവനകളിൽ മുഴുകുന്നത് ഒഴിവാക്കുക, പോണിനെക്കുറിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നിവയാണ് ചെയ്യേണ്ടത്. മനുഷ്യന്റെ തലച്ചോറ് ലൈംഗിക അവയവത്തിൽ ആകർഷണം തോന്നുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പോൺ സ്ത്രീകളെ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഡോപ്പമിൻ വർധനമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ അഡിക്ഷനിലേക്ക് എത്തുന്നത് എന്നും എന്താണ് നടക്കുന്നതെന്നും മനസ്സിലാക്കണം. അഡിക്ഷനുള്ള പലരുടെയും ജീവിതം ശൂന്യമാകും. എന്നാൽ ഒരു പൂർണ്ണമായ മാറ്റം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഈ അഡിക്ഷനുമായി നേരിടാം. പോൺ അഡിക്ഷന് നേരിടാൻ ഇസ്ലാം ഒരു സമഗ്രമായ ചട്ടക്കൂട് നൽകുന്നുണ്ട്. അറിവിലൂടെ മനസ്സിനെ വളർത്തുന്നതിനൊപ്പം ശരീരത്തിന്റെ സമനില കാത്തുസൂക്ഷിച്ചുകൊണ്ട് ശാരീരിക വികാസത്തെയും ഇത് സഹായിക്കുന്നു. അല്ലാഹുവിന്റെ സ്മരണയിലൂടെയും അവന്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സ്രഷ്ടാവിന്റെ മുന്നിൽ നമ്മുടെ കടമകളെക്കുറിച്ചും ഓരോ പ്രവൃത്തിക്കും കണക്ക് പറയേണ്ടിവരുന്നതിനെക്കുറിച്ചും ഇത് നമ്മെ ബോധവാന്മാരാക്കുന്നു. സഹോദരങ്ങളുമായും കുടുംബാംഗങ്ങളുമായും മികച്ച സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നത് ഒരു സമ്പൂർണമായ പുനരുജ്ജീവന പ്രക്രിയയാണ്. എന്തുകൊണ്ടെന്നാൽ അത് വേദനകളെ സന്തോഷകരമായ അനുഭവങ്ങളാക്കി മാറ്റുന്നു. ഇത് അല്ലാഹുവിനോടുള്ള അനുസരണക്കേടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ് നിങ്ങളുടെ സന്തോഷവും അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് നിങ്ങളുടെ അനിഷ്ടവുമായപ്പോൾ പശ്ചാത്താപത്തിന്റെ നിബന്ധനകൾ ഇവയാണ്. തിന്മയോട് കടുത്ത വെറുപ്പും അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതും ചെയ്യുക. ഉടനെ തന്നെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. പശ്ചാത്താപം വൈകരുത്, ഉടനെ പ്രവർത്തിക്കുക. തിന്മയിലേക്ക് നിങ്ങളെ തിരിച്ചെത്തിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വയം വിട്ടുനിൽക്കുക. ഉദാഹരണത്തിന് സുഹൃത്തുക്കൾ, കമ്പ്യൂട്ടറിൽ തനിച്ചായിരിക്കുന്നത്, ഫോണിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് എന്നിവയെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ ഭയപ്പെടുക. ഒരു തിന്മ ചെയ്താൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. അത് ആ തിന്മയെ മായ്ച്ചു കളയും. ഡോപ്പമിൻ ഫീഡ്ബാക്ക് സംവിധാനം പ്രചോദനത്തെ ആസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു തിന്മ ചെയ്ത ശേഷം ഒരു നന്മ ചെയ്യുന്നത് പുതിയ പ്രവർത്തനങ്ങളും പുതിയ ന്യൂറോപാതകളും സൃഷ്ടിക്കും. നിങ്ങളുടെ തലച്ചോറിൽ നല്ല കാര്യങ്ങൾ നൽകുന്നത് പോൺ കാണുന്നതിലൂടെ ഉണ്ടാകുന്ന ഉയർന്ന അളവിലുള്ള നെഗറ്റീവ് ഡോപ്പമിൻ പുറന്തള്ളലിനെ മായ്ച്ചുകളയും എന്നുള്ളതാണ്. അതിനെ പോസിറ്റീവ് ഡോപ്പമിൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും. പോൺ അഡിക്റ്റുകൾക്ക് പോൺ കാണുന്നത് സന്തോഷം നൽകുന്നു. പോൺ കാണുന്നതിലൂടെയുള്ള അമിതമായ ഡോപ്പമിൻ ഉൽപ്പാദനം നിങ്ങളുടെ ഉത്സാഹത്തെയും താൽപ്പര്യങ്ങളെയും നശിപ്പിക്കും. പോൺ നിങ്ങളെ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പോൺ കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രചോദനം തോന്നുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. ഫലമായി നിങ്ങൾക്ക് കുറഞ്ഞ പ്രചോദനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തെറാപ്പിസ്റ്റുകൾ ഇതിനെ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. അല്ലാഹു ഇതിനെ കമർ അല്ലെങ്കിൽ ലഹരി വസ്തു എന്ന് വിശേഷിപ്പിക്കുന്നു. അത് മനസ്സിനെ മൂടുകയും മറയ്ക്കുകയും ചെയ്യുന്നു. പോൺ കാണുന്നത് നിർത്തുമ്പോൾ മയക്കുമരുന്ന്, മദ്യപാനം നിർത്തുന്നതുപോലെ തന്നെ പിൻവലിക്കൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് തിരികെ പോകാൻ ആഗ്രഹമുണ്ടാകും. നിങ്ങളുടെ തലച്ചോറിന് ആ ഡോപ്പമിൻ പ്രേരണ വീണ്ടും തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ചെറുക്കണം. ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറോപാതകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ന്യൂറോപാതകൾ ഉപയോഗിക്കാതെ വരുമ്പോൾ അവ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പോൺ കാണുന്നത് നിർത്തിയാൽ പോൺ കാണുന്നതിലൂടെ സൃഷ്ടിച്ച ഈ ന്യൂറോപാതകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തും. എന്നാൽ അവ ഇപ്പോഴും നിഷ്ക്രിയങ്ങളായിരിക്കും. അതുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ ജിമ്മിൽ പോകുക, ആരോഗ്യകരമായി ഭക്ഷിക്കുക എന്നിവ പോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ന്യൂറോപാതകൾ ഉപയോഗിക്കണം.
നിങ്ങളൊരു ഗുരുതരമായ അഡിക്റ്റ് ആണെങ്കിൽ വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഒഴിവാക്കിയ പ്രശ്നം വേരോടെ നശിപ്പിക്കുന്നത് നല്ലൊരു തുടക്കമായിരിക്കും. നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരാക്കാൻ നടപടികൾ കൈക്കൊള്ളുക. പല കൗമാരക്കാരും മൊബൈൽ ഫോണുകളിൽ പോൺ കാണാറുണ്ട്. 90% ആൺകുട്ടികളും 18 വയസ്സിന് മുൻപ് പോർണോഗ്രഫിക്ക് വിധേയരാകുന്നുവെന്നും 60% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് പോർണോഗ്രഫിക്ക് വിധേയരാകുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. 71% കൗമാരക്കാരും തങ്ങളുടെ ഓൺലൈൻ പ്രവൃത്തികൾ മാതാപിതാക്കളിൽ നിന്നും മറച്ചുവെക്കുന്നു എന്നും 16-17 വയസ്സുള്ളവരിൽ 28% പേരും അവിപ്രസമായി ഓൺലൈനിൽ പോർണോഗ്രഫിക്ക് അഡിക്റ്റായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ഫാമിലിയെയും കുട്ടികളെയും ഈ കെണിയിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ഇതിനൊരു പരിഹാരമുണ്ട്. നമ്മൾ കഴിഞ്ഞ 6 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും 3000-ലധികം ആളുകളെ ട്രാൻസ്ഫോം ചെയ്തതിൽ നിന്നും ഉണ്ടാക്കിയ ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ നിങ്ങൾക്കും ചേരാം. ഈ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായി പുറത്തുവരാനും ശ്രദ്ധ വീണ്ടെടുക്കാനും ജീവിതത്തിൽ ആത്മവിശ്വാസം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ ചേരാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മാറ്റം ഇന്ന് തുടങ്ങുന്നു. മാറ്റത്തിനായി കാത്തിരിക്കരുത്, മാറ്റത്തിന്റെ ഭാഗമാകൂ. നിങ്ങളെയും നിങ്ങളുടെ ഫാമിലികളെയും സംരക്ഷിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് താഴെ നൽകുന്നു. നിങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറുകളിലും പാരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇന്റർനെറ്റ് വെബ് പ്രൊട്ടക്ഷൻ ഫിൽട്ടറുകളാണ്. അത് പോർണോഗ്രഫി തടയും. ആൻഡ്രോയിഡ് ഫോണുകൾ, ടാബ്ലറ്റുകൾ, PC, ലാപ്ടോപ്പുകൾ, ഐഫോണുകൾ തുടങ്ങിയവയ്ക്ക് സൗജന്യമായി ലഭ്യമായ ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട്. എളുപ്പത്തിൽ പ്രവർത്തനരഹിതമാക്കാൻ കഴിയാത്ത പാരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തുക. പലതിനും ഒരു പാസ്വേഡ് ഉണ്ടാകും, അത് മാതാപിതാക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പാരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ എന്ന് ഓൺലൈനിൽ തിരഞ്ഞാൽ മതി. പല വയർലെസ് ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ഹബ്ബുകളിലും റൗട്ടറിലോ ഹബ്ബിലോ ഉള്ള പാരന്റൽ കൺട്രോൾ ക്രമീകരണങ്ങൾ ആക്സസ് ചെയ്തുകൊണ്ട് നേരിട്ട് പോർണോഗ്രഫി തടയാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വയർലെസ് അല്ലെങ്കിൽ വയർഡ് കണക്ഷൻ ഉപയോഗിച്ച് ആരും പോർണോഗ്രഫി കാണുന്നത് തടയും. കമ്പ്യൂട്ടർ ഫാമിലി റൂമിൽ വയ്ക്കുക, അവിടെ അത് നിരീക്ഷിക്കാൻ കഴിയും. മാതാപിതാക്കൾക്ക് പാസ്വേഡ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നിയന്ത്രിക്കാൻ കഴിയണം. കുട്ടികൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലും അൺലിമിറ്റഡ് ബ്രോഡ്ബാൻഡ് വൈഫൈ ഉപയോഗിക്കാൻ അനുവാദം നൽകരുത്. ഓരോ രാജ്യത്തിനുമനുസരിച്ചും ഇന്റർനെറ്റ് സേവനം നൽകുന്നവരും മൊബൈൽ നെറ്റ്വർക്ക് സേവനങ്ങളും നിങ്ങളുടെ ഫോണുകളും ബ്രോഡ്ബാൻഡ് ഹബ്ബുകളും റൗട്ടറുകളും ക്രമീകരിക്കുന്നതിൽ വ്യത്യസ്തമായ പിന്തുണയും സഹായവും നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സ്വയം ക്രമീകരിക്കേണ്ടി വരും. ഒരു പ്രാദേശിക കമ്പ്യൂട്ടർ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്കെല്ലായ്പ്പോഴും സഹായം നേടാവുന്നതാണ്. വളരെ വൈകുന്നതിന് മുൻപ് നിങ്ങളുടെ ഫാമിലികളെ പോർണോഗ്രഫിക്ക് വിധേയരാകുന്നതിൽ നിന്നും സംരക്ഷിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായി പങ്കുവെക്കാനും മടിക്കരുത്. കൂടുതൽ മികച്ച വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.